ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ശാലോം ടിവിയുടെ ദ കൊയർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ പാദസ്പർശത്താൽ പുണ്യപുളകിതമായ കുറുവലങ്ങാട് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്തുമറിയം തീർത്ഥാടന ദേവാലയത്തിലെ ഗായക സംഘത്തെയാണ് ഇന്ന് നാം പരിചയപ്പെടുക. ഞാൻ ഫാദർ ജോയൽ പണ്ടാരപ്പറമ്പിൽ, ഈ ദേവാലയത്തിലെ ഒരു ശുശ്രൂഷകനാണ്. എന്നോടൊപ്പം കൂടെയുള്ളത് ഫാദർ എമ്മാനുവൽ കാഞ്ഞിരത്തിങ്കൽ അച്ഛനാണ്. അച്ഛനും ഈ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഞങ്ങളോടൊപ്പം ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് ഏറെ സംഭാവനകൾ നൽകിയ പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ KG പീറ്ററുണ്ട്. അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനോടുള്ള ഒരു പ്രാർത്ഥനാഗീതത്തോടു കൂടി തന്നെ നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാം ആരംഭിക്കാം. ജോയലച്ച, അച്ഛൻ എഴുതിയ പാവന റൂഹായ് എന്ന് തുടങ്ങുന്ന ആ ഗാനമാണ് നമ്മളിപ്പോൾ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് കേൾപ്പിക്കുവാനായിട്ട് പോവുക. അതിൻ്റെ രചനയെപ്പറ്റി അച്ഛന് ഒന്ന് പറഞ്ഞു തരാമോ? സത്യം പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരു ഗാനം എഴുതണമെന്നുള്ളൊരു ആഗ്രഹം കുറേ നാളുകളായിട്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഗാനം ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. വളരെ യാദൃച്ഛികമായിട്ട് ഒരു യാത്രയിലാണ് എനിക്ക് ഗാനത്തിൻ്റെ വരികൾ കിട്ടുക. വലിയൊരു ദൈവാനുഗ്രഹപ്രദമായിട്ട് എനിക്ക് കിട്ടിയ വരികളാണ്. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മൂഡിൽ ഒരു ഗാനം ചിട്ടപ്പെടുത്തണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അതിന് പറ്റിയ ഒരു വരികൾ ദൈവം തന്നു എന്ന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാനായിട്ട്. വളരെ സിമ്പിളായിട്ടുള്ള ആർക്കും പാടാവുന്ന രീതിയിലുള്ള ഒരു വരികളാണ് ആ പാട്ടിന് കിട്ടിയത്. എനിക്ക് തോന്നുന്നു അച്ഛന് ഇത് ഈ കഴിഞ്ഞ പെന്തക്കുസ്തായോടനുബന്ധിച്ച് ചെയ്തെന്ന് തോന്നുന്നു. നമ്മളവിടെ ചർച്ച ചെയ്തപ്പോൾ അങ്ങനെ പെന്തക്കുസ്ത തിരുനാളിന് അന്നാണ് ഞാൻ ആ പാട്ടൊന്ന് ഫിനിഷ് ചെയ്ത് അത് ഞാൻ പറഞ്ഞതായിട്ട് ഓർക്കുന്നു. അന്ന് പള്ളി പാടണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഒന്നും പാടാൻ പറ്റിയില്ല. പിന്നീട് പാടാനായിട്ടാണ് അവസരം ഉണ്ടായത്. അച്ഛൻ പാട്ട് എഴുതുന്ന ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ മധുരമായ ഒരു സംഗീതമാണ് അച്ഛൻ നൽകിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ് ഭയങ്കര അഭിഷേകമുള്ളൊരു പാട്ടാണ് അച്ഛന് അതിന് ഒരു ട്യൂൺ കൊടുത്തത്. അതെങ്ങനെയാണ് അച്ഛാ അതിനെക്കുറിച്ചൊന്ന് പറയാം? ഞാനങ്ങനെ സംഗീതം ചെയ്യുന്ന ആളോ പഠിച്ച ആളൊന്നും അല്ല. പക്ഷേ ദൈവാനുഗ്രഹത്താൽ ഞാൻ എഴുതിയപ്പോൾ തന്നെ കിട്ടിയൊരു ട്യൂണാണ്. ആ ട്യൂണിലാണ് ഞാൻ ആ ഗാനം എഴുതിയത്. അതിൻ്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് ആ ട്യൂണിലാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ മനസ്സിലേക്ക് കിട്ടിയ ഒരു അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാട്ടല്ലേ? തീർച്ചയായിട്ടും എല്ലാവർക്കും പാടാവുന്ന ഒരു പാട്ടാണ്. എല്ലാവർക്കും പാടാവുന്നത്. 3/4 ആ ഋതത്തിൽ അത് രാഗങ്ങളാണോ എന്ന രാഗങ്ങളുണ്ട് താരം എന്നാൽ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് അച്ഛൻ ട്യൂൺ കൊടുത്തിരിക്കുന്നത്. ഒരു പാട്ട് എപ്പോഴും ഒന്ന് ക്ലിക്കാകുക എന്ന് പറയുന്നത് അത് മനുഷ്യർ പാടുമ്പോഴാണ്. പാടാൻ സിമ്പിളായിട്ടുള്ള ഒരു അച്ഛൻ ഇങ്ങനെയുള്ള പാട്ടുകളാണ് കുറേ കാലം ഇങ്ങനെ നിൽക്കുന്നത്. കുറേ നല്ലൊരു മ്യൂസിക്കാണ് അച്ഛൻ അതിന് കൊടുത്തത്. അതിൻ്റെ ആ ട്യൂൺ എല്ലാവർക്കും പാടാൻ വേണ്ടിയാണ് അച്ഛൻ അങ്ങനെ ചെയ്തത്, അല്ലേ? ആർക്കും പാടണം ലക്ഷ്യമായിരുന്നു ആ പാട്ട് ചിത്രപ്പെടുത്തും. മനസ്സിനൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. നല്ലൊരു പാട്ടാണ്. നമ്മൾ റെക്കോർഡിങ്ങിന് പോയി പാടിയപ്പോഴും തീർച്ചയായിട്ടും കേൾക്കുമ്പോൾ ഓർത്തിരിക്കുന്ന ഞാൻ അതിൻ്റെ BGM സെറ്റ് ചെയ്യുന്ന ആ സമയമൊക്കെ ഞാനും അടുത്തുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞാൽ അത് മൂളിക്കൊടുത്തു അതിൻ്റെ ട്യൂണ് ഒന്നുകൂടെ. അന്ന് ടോം ആണല്ലോ ചെയ്യുന്നത്. നമ്മുടെ ടോമിൻ്റെ ഓർക്കസ്ട്രയെ കുറിച്ച് ഒന്നും പറയാനില്ല. വളരെ നല്ല സൂപ്പറായിട്ട് ചെയ്യുന്നതാണ്. അതെ. അപ്പോൾ അതിന് ട്യൂണും അതിൻ്റെ ഓർക്കസ്ട്രയും ആലാപനവും വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര അഭിഷേകമായി പാട്ട്, അല്ല ചാ? വളരെ സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ ഒരു വലിയ കൃപ. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു പാട്ട് വളരെ നല്ല കാര്യം. പീറ്റർ ചെന്ന് ആ പാട്ടൊന്ന് മൂളിക്കുക. 4 പേര്, നമുക്ക് 3 പേർക്കാണ് പാടാൻ. പ്രകാശമേ പറന്നിറങ്ങി നീ വരണേ. ഒന്നുകൂടെ പാടാം. പാവന റൂഹായേ പാരിൻ പ്രകാശമേ പറന്നിറങ്ങി നീ വരണേ. പാരിൻ പ്രകാശമേ പറന്നിറങ്ങി
പരിശുദ്ധാത്മാവിനോടുള്ള വളരെ മനോഹരമായ ഗാനം നമ്മുടെ കുറവലങ്ങാട് മരിയൻ വോയിസ് കൊയറിൻ്റെ അംഗങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ പാടി എന്ന് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ കൊയർ അംഗങ്ങൾ 70ഓളം അംഗങ്ങളുള്ള വലിയ കൊയറാണ് നമ്മുടേത്. അവർ വളരെ വൃത്തിയായി ഭംഗിയായി ഗാനം അവതരിപ്പിച്ചു. നമുക്കിനി അടുത്തതായിട്ട് പരിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ ഒരു ഗാനത്തിലേക്ക് പോകാം. എല്ലാവർക്കും പാടാൻ പറ്റിയ വളരെ ഭക്തിദ്യോതകമായ നല്ലൊരു ഗാനം. ആ ഗാനം എഴുതിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മനോജനാണ്. അപ്പോൾ അച്ഛൻ ആ പാട്ടിലേക്ക് വന്ന രചനയെക്കുറിച്ച് അച്ഛനൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി സംസാരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ആ ഒരു രചനയെക്കുറിച്ച് പറയുമ്പോൾ എനിക്കതിന് മുമ്പായിട്ട് തന്നെ പറയാനായിട്ടുള്ളത്, ഇപ്പോൾ എന്നെ അറിയാവുന്ന പലരും ഞാനൊരു പാട്ടെഴുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഞാൻ പാട്ടിൻ്റെ മേഖലയുമായിട്ട് യാതൊരു രീതിയിലും ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരാളല്ല. സെമിനാരിയിൽ പഠിച്ച കാലഘട്ടത്തിൽ കൊയറിലൊന്നും ഇല്ലായിരുന്നു. പാട്ടിൻ്റെ യാതൊരു മേഖലയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആളാണ് ഞാൻ. പിന്നെ എന്തുകൊണ്ട് ഈ പാട്ട് എഴുതി എന്നുള്ളത് ചോദിക്കുമ്പോൾ 2019 ഞാൻ വൈദികനാണ്. ഓർഡിനേഷനായിട്ട് ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് അറക്കുളം പള്ളിയിലാണ്, ഇടുക്കി ഭാഗത്തുള്ള പള്ളിയിലാണ്. അച്ഛനായി ആദ്യത്തെ ആവേശത്തോടുകൂടി ശുശ്രൂഷയൊക്കെ ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ കോവിഡ് വ്യാപിച്ച് നമുക്ക് പള്ളിയിൽ തന്നെ ഇരിക്കേണ്ട ഒരവസ്ഥയായി. അപ്പോൾ അങ്ങനെ പള്ളിയിലിരുന്നപ്പോൾ ആ സമയത്ത് ഒത്തിരി പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനൊക്കെ കിട്ടിയ ഒരു അവസരമാണ്. അപ്പോൾ ഞാൻ ഏറ്റവും നന്ദിയോടുകൂടി ഓർക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അതെൻ്റെ ഒരു കസിൻ പെങ്ങൾ തന്നെയാണ്. അവളാണ് ഞങ്ങളിങ്ങനെ ഈ സമയത്ത് അവളും ഇങ്ങനെ വീട്ടിലിരിക്കുന്നു, ഞാനും ഇരിക്കുന്നു. അപ്പോൾ അവൾക്കും ഇങ്ങനെ പ്രാർത്ഥനയോട് ഒത്തിരി താല്പര്യമുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒന്നിച്ച് പല സമയങ്ങളിൽ പ്രാർത്ഥിക്കും. ഇങ്ങനെ ഓൺലൈനിലായിട്ട് ഞങ്ങൾ സമയം വെച്ച് ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കും, വൈകിട്ട് പ്രാർത്ഥിക്കും, രാവിലെ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൾ എന്നെ ചേട്ടായി എന്നാണ് വിളിക്കുന്നത്. അവളിങ്ങനെ പറഞ്ഞു, ചേട്ടായി ഒരു പാട്ട് എഴുതണം. പാട്ട് എഴുതുന്ന സത്യത്തിൽ എനിക്ക് ചിരി വന്നു. കാരണം ഞാൻ പാട്ട് ഒരിക്കലും എഴുതാറില്ലാത്തതാണ്, പാട്ടുമായിട്ട് യാതൊരു ഇല്ലാത്തതാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ അത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവളിങ്ങനെ എന്നെ ഫോളോ അപ്പ് ചെയ്യുകയാണ്. പാട്ട് എഴുതിയോ എന്ന് ചോദിച്ചു. അങ്ങനെ വന്ന് എനിക്ക് പാട്ട് എഴുതണം എന്ന് അവളിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. എങ്കിലും എനിക്ക് പാട്ടിന് എഴുതിനെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലായിരുന്നു. അങ്ങനെ ഒരിക്കലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ എനിക്കുണ്ടായ വലിയ ഒരു അനുഭവം തന്നെയാണ് ഓ ദിവ്യ കാരുണ്യമേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ഗാനം. എനിക്ക് പെട്ടെന്ന് എന്താണെന്നറിഞ്ഞുകൂടാ, കുർബാന കഴിഞ്ഞിട്ട് എനിക്ക് മുറിയിൽ കുർബാനയുടെ സമയത്ത് തന്നെ എനിക്ക് തോന്നി ഡയറി എടുത്ത് എഴുതണമെന്ന് തോന്നി. അത് ഞാൻ കുർബാന കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. എനിക്ക് ട്യൂണുമില്ല, ഒന്നുമില്ല. എനിക്ക് ആ തോന്നിയ വരികൾ ഞാൻ എഴുതി. വളരെ കുറഞ്ഞ സമയം കൊണ്ട് എഴുതിയൊരു പാട്ടാണത്. എഴുതിയിട്ട് അവൾക്ക് അയച്ചു കൊടുത്തു. നല്ല വരികളാണെന്ന് പറഞ്ഞു. ആ വരികൾ ഞാൻ ഭദ്രമായിട്ട് ഡയറിയിൽ അടക്കി വെച്ചു, സൂക്ഷിച്ചു വെച്ചു. വേറെ ആരോടും ഒന്നും പറഞ്ഞില്ല, ഒന്നുമില്ല. അതങ്ങനെ അങ്ങ് തീർന്നു. അങ്ങനെ അതിനുശേഷമാണ് എല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് പോലെ അവിടെ നിന്ന് കുറവലങ്ങാടിന് വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പീറ്റർ ജി KG, ഞങ്ങളെല്ലാവരും പീറ്റർ ജി എന്നാണ് വിളിക്കുക ബഹുമാനത്തോടു കൂടി, അദ്ദേഹത്തെ കണ്ടെത്തുന്നു. ഞാൻ ഇങ്ങനെ ഒരു കുഞ്ഞു പാട്ടൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിന് ജീവൻ നൽകിയത് പീറ്റർ ജിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പീറ്റർ ജി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ കാര്യമായിരിക്കും. അച്ഛൻ്റെ പാട്ട് എനിക്ക് ഒരു എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് അന്നേരം ഒരു ട്യൂണൊന്നും എനിക്ക് കിട്ടി. ഞാൻ ചുമ്മാ ഒന്ന് വായിച്ചു നോക്കി ജോലച്ച. അപ്പോൾ വായിച്ചു നോക്കിയിട്ട്
അതിന് എങ്ങനെ ട്യൂൺ ചെയ്യണമെന്നൊക്കെ ഞാൻ പിന്നെ മുത്തിയമ്മയുടെ അടുത്ത് വന്നൊക്കെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് എന്തായാലും ഒരു ദിവസം അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പാട്ടിൻ്റെ ഈ ഓ ദിവ്യകാരുണ്യമേ എന്നുള്ള പാട്ടാണ് ആദ്യം ഞാൻ എടുത്ത് ട്യൂൺ ചെയ്യുന്നത്. ആ പാട്ടിനൊരു ഐഡിയ എനിക്ക് കിട്ടി. അതനുസരിച്ച് ഞാൻ അത്രയും നല്ല വരികളാണല്ലോ, അത് ജനകോടികൾ തന്നെ ഏറ്റുപാടുന്ന ഒരു പാട്ടായി മാറുമല്ലോ ഉള്ള ഒരു മുത്തിയമ്മയുടെ അവിടുന്ന് കിട്ടിയ ഒരു ഇതാണ്. ആ ഒരു പ്രാർത്ഥനയോട് കൂടി വന്നാണ് ഞാൻ ആ പാട്ട് ചിട്ടപ്പെടുത്തിയത്. വളരെ മനോഹരമായ വരികൾ ആയതുകൊണ്ടാണ് അത്രയും നല്ല ട്യൂണും എനിക്ക് മുത്തിയമ്മ തന്നു. അതിന് പ്രത്യേകമായി ഞാൻ മുത്തിയമ്മയോട് നന്ദി പറയുന്നു. ആ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓർക്കസ്ട്രയും അതിൻ്റെ ട്രാക്കും എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്കിപ്പോൾ ഒരു വളരെ എന്താ പറയുക, എനിക്ക് അതിൻ്റെ ഫുൾ സ്കോർ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു പോയതുള്ളതാണ്. അത്രയ്ക്കും എഫക്റ്റീവായിട്ടുള്ളൊരു പാട്ടാണ്. അത് നമ്മുടെ കുറലങ്ങാട്ട് പള്ളിയിലെ നമ്മുടെ ഇപ്പോൾ പറയുന്ന മരിയൻ കൊയറിലെ കുട്ടികൾ അത് ഗംഭീരമായിട്ട് ആലാപനം നടത്തി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാതലായൊരു ഭാഗം. അതുപോലെ നെൽസന് നന്നായിട്ടൊരു ഓർക്കസ്ട്രേഷൻ ചെയ്തു. വളരെ വളരെ നന്നായ ഒരു പാട്ടാണ് അത്. ഇനി ജനകോടികൾ അത് ഏറ്റെടുക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് ഞങ്ങളിരിക്കുന്നത്. അച്ഛൻ്റെ രചനയ്ക്ക് ഞാൻ എപ്പോഴും അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനിയും അച്ഛൻ പാട്ട് എഴുതണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ട്യൂൺ ചെയ്യാൻ നല്ല എളുപ്പമാണ് അച്ഛൻ്റെ പാട്ട്. അങ്ങനെ എനിക്കൊരു ഇതാണ്, മെസ്സേജാണ് എനിക്ക് പറയാറ്. അതെന്തെങ്കിലും പ്രത്യേക രാഗത്തിലോ അങ്ങനെ? അത് രാഗം എന്ന് വെച്ചാൽ പ്രത്യേക രാഗമൊന്നും ഇല്ല അച്ഛാ, പ്രത്യേകമായിട്ടൊരു രാഗമില്ല. നമ്മൾ മുന്നേ ഹാർമോണിയം എടുത്ത് വായിച്ചപ്പോൾ അങ്ങനെ ഒരു റൂട്ട് നമുക്ക് കിട്ടി എന്നുള്ളതാണ്. ചേട്ടൻ്റെ മകൻ നെൽസൺ ആണല്ലോ എൻ്റെ മോനാണ് അതിനെ ഓർക്കസ്ട്ര ചെയ്തത്. ഇതെല്ലാം കൊണ്ടും ഒരു എന്താ പറയുക, ഒരു വലിയ ദൈവനിയോഗം പോലെയാണ്. അതെ എല്ലാം. എനിക്കൊരാഗ്രഹമായിരുന്നു അവനെയും കൊണ്ട് ഓർക്കസ്ട്ര ചെയ്യിപ്പിക്കണം എന്നൊക്കെ അവനും സന്തോഷമായിട്ടിരിക്കുന്നു ആ കാര്യത്തിൽ. നമുക്ക് എന്നാൽ ആ ഗാനത്തിലേക്ക് ഒന്ന് പോകാം. തീർച്ചയായിട്ടും പോകാം.
നീർച്ചുഴിയിൽപ്പെട്ട് പാപവും ദുഃഖവും ക്ലേശവും പേറി വാഴിത്തളർന്നു ഞാൻ കര കാണാതുഴലും നേരം കരയിൽ നിന്നു തൻ ചാരയ്ക്കാനയിച്ച് സ്നേഹത്തിൻ തീക്കനൽ കൂട്ടി വീഴുന്നൊരുക്കി ദിവ്യപാധേയമാകുന്ന കൂദാശയെ ദിവ്യപാധേയമാകുന്ന കൂദാശയെ ഓ ദിവ്യകാരുണ്യമേ ഓ എൻ്റെ യേശുനാഥാ നിന്നോട് ചേർന്നൊന്നായിരുന്നു ഞാൻ ആ ദിവ്യ സ്നേഹാഗ്നിജ്വാലയിൽ നീറി നിന്റെ സ്നേഹത്തിൻ ഗന്ധമായി തീർന്നിടട്ടെ നിന്റെ സ്നേഹത്തിൻ ഗന്ധമായി തീർന്നിടട്ടെ ഓ ദിവ്യകാരുണ്യമേ ഓ സ്നേഹകാരുണ്യമേ എന്നിലലിഞ്ഞു ചേരും സ്നേഹകൂദാശയെ ധൂളിയാമെന്നെ നിന്നോട് ചേർക്കാൻ സ്നേഹത്താൽ പൊതിയുന്ന ദിവ്യകാരുണ്യമേ ഓ ദിവ്യകാരുണ്യമേ ഓ സ്നേഹകാരുണ്യമേ എന്നിലലിഞ്ഞു ചേരും സ്നേഹകൂദാശയെ ധൂളിയാമെന്നെ നിന്നോട് ചേർക്കാൻ സ്നേഹത്താൽ പൊതിയുന്ന ദിവ്യകാരുണ്യമേ ശാലോൻ രവി ദ കൊയർ എന്ന പേരിൽ ഇങ്ങനെ ഒരു സംഗീത പ്രോഗ്രാം നടത്തിയതിന് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഓരോ ഇടവകയിലും എത്രയോ ഗായകരാണ് അറിയപ്പെടാതെ ഉള്ളത്. അപ്പോൾ അവർക്കെല്ലാം ഒരു അവസരമാണ് ഇങ്ങനെ പാടാനായിട്ടുള്ള, ദൈവത്തെ സ്തുതിക്കാനായിട്ടുള്ള ഒരു അവസരം. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയ ശാലോൻ രവിയുടെ എല്ലാ അണിയറ പ്രവർത്തകരെയും അഭിനന്ദിക്കാനായിട്ടും നന്ദി പറയാനായിട്ടും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അപ്പോൾ എല്ലാ ഗാനങ്ങളുടെയും ലക്ഷ്യം എന്ന് പറയുക ദൈവത്തെ പാടി സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത്, പ്രത്യേകിച്ച് ചർച്ച് കൊയറിൻ്റെ ലക്ഷ്യം. അപ്പോൾ ആ ഒരു ലക്ഷ്യമായിരുന്നു ഞങ്ങൾ കുറവലങ്ങാട് ഇടവക മരിയൻ വോയിസ് എന്നുള്ള ഞങ്ങളുടെ കൊയർ ഗ്രൂപ്പിലൂടെ പ്രകടമാക്കാനായിട്ട് ഉദ്ദേശിച്ചത്. ഞങ്ങളുടെ ഗാനങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അടുത്ത എപ്പിസോഡുകളിലേക്ക് നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുമെന്ന് കരുതുകയാണ്. ദൈവം തന്ന കഴിവുകളെ ദൈവത്തിനായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അതിനൊരു വിലയുണ്ടാകുക. അപ്പം നമ്മൾക്ക് ദൈവനാമത്തിൽ എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വരും എപ്പിസോഡുകളിലേക്ക് കൂടി നിങ്ങളെ പ്രതീക്ഷയോടെ കാത്തിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി.